ഹലോ, ഷിനിഗാമി സ്പീക്കിംഗ്. പറയണോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? ആ കുട്ടനൊന്നൊരു ആത്മാവെ ചെരുപ്പിടാൻ കൂട്ടാക്കുന്നില്ല. അയാൾക്ക് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കോ ഒന്ന് അറിയണമെന്നുണ്ട്. ശരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാൻ വൈകും. വേഗം വന്നേക്കണം. ഓക്കെ സാർ. നാറ്റിക്കരുത് കേട്ടോ. അങ്ങയുടെ പേര് കളങ്കപ്പെടുത്തുന്ന ഒന്നും ഞാനിവിടെ ചെയ്യത്തില്ല. എന്തിനാ ഈ കോട്ട്? സോറി, ഈ വേഷത്തിൽ അങ്ങോട്ട് പോകാൻ എന്നെ നിർബന്ധിക്കരുത്. അല്ലെങ്കിലേ കോമഡിയാ, ചുറ്റും കോമഡിയന്മാരും. ഓക്കെ സാർ, താങ്ക് യു. വാസേട്ടാ, ദിനേശിന് എപ്പോഴാ വരിക? അതെനിക്ക് എങ്ങനെ അറിയാം? അല്ല, ദിനേശൻ വന്നാലല്ലേ. നല്ല ആളോടെ ചോദിച്ചു. മുടിയും വന്നിട്ടുണ്ട്. എന്തു അവൻ എന്നെ കാണാൻ വന്നേക്കുന്നല്ല, നമ്മുടെ കൊച്ചിനെ ശല്യം ചെയ്യാൻ വന്നേക്കുന്ന. ദേവന്റെ നോട്ടം കണ്ടോ? ആ കൊച്ചിനെ നോക്കുന്നുണ്ടോ? സൂക്ഷിച്ചോണം, പല പരിപാടിയാവും കാണിക്കും. കുട്ടാ, നിങ്ങൾ പോയില്ലേ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റും? നിന്റെ ചിത എന്താ എടുക്കാത്ത? എന്റെ ചിതയിലേക്ക് എങ്ങനെ എടുക്കുന്നത്? എന്റെ ഒരു പരട്ടളയും ഗൾഫിൽ നിന്ന് വരാറുണ്ട്. അവൻ വരാതെ എന്റെ ചിതയിലേക്ക് എടുക്കുകയില്ല. സാറൊരു കാര്യം ചെയ്യാം, എന്നോടെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങിയായിരുന്നു ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചോണ്ട്. അങ്ങനെ കണ്ണി കണ്ടവരൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അല്ല, ആരെ കിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദൻ ഡോക്ടറുടെ ആശുപത്രിയിലേക്കല്ലേ, അവിടെ ചികിത്സ കിട്ടാതെ കിടക്കുന്നുണ്ട്. അവരെ പിടിച്ചോണ്ട് പോകും. എനിക്ക് കുറെ കാര്യങ്ങൾ നടക്കാണ്ട് അത് കഴിയാൻ പറ്റില്ല. എന്നെ പിടിക്കാൻ മാത്രം തന്നെ അവന്റെ അഹങ്കാരം തീരും. ഉത്തരാത്മാവ് നാട്ടിൽ വേറെ ആരുമില്ല. എൻ്റെ വാസു, എടാ, ഇതൊക്കെ സഹിച്ചിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കണത്? നിങ്ങൾ നടക്കണത് ഞാൻ കുറെ കണ്ടതല്ലേ. അനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടാ, അനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? ആരോട്? ചന്ദ്രി, എന്റെ കെട്ടിയും പോയപ്പോ എന്നൊന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഈ കുട്ടേട്ടനും വാസേട്ടനും ഉണ്ടായിരുന്നുള്ളൂടി. ഇപ്പൊ എന്റെ കുട്ടേട്ടൻ പോയില്ലേ? അതെ, ആ സിന്ധുവിനില്ലാത്ത വിഷമാണോ നിനക്ക്? അപ്പൊ ഇനി വാസേട്ടൻ പോയാൽ നീ ഇല്ലാണ്ടാവോ? കള്ളക്കരച്ചും കാണിച്ച് നിൽക്കുക. ഈ കണ്ണീരും കൈകളുടെ അടുത്ത് എന്നും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ഗതികേടല്ലേ. എത്ര ശമ്പളം കിട്ടിയാലും ഈ പണിക്ക് നിൽക്കണ്ടായിരുന്നു. സാറേ, സാറിന് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ സാറ് പോയിട്ട് പിന്നെ വന്നാൽ മതി സാറേ. അത് ശരിയാവൂല. അങ്ങനെയാണെങ്കിൽ ഇതും ശരിയാവൂല. നീ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. എനിക്ക് നിങ്ങൾ പോകണമെന്നൊരു നിർബന്ധമില്ലെന്നേ. കുട്ടാ, തമാശ പറയാനുള്ള സമയമല്ല ഇത്. എന്റെ അവസ്ഥ കൂടെ നീ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ വരാം, പക്ഷെ അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. രണ്ട് കാര്യമോ? ഒന്ന് മനസ്സിലായി, മറ്റെന്താ? അതൊരു രഹസ്യ കാര്യം പറഞ്ഞാലല്ലേ അറിയുള്ളൂ. പണ്ട്, വളരെ പണ്ട് പരശുരാമൻ കേരളം ഉണ്ടാക്കി എങ്ങനെയാണെന്നറിയോ? ഇതൊക്കെ ആർക്കാ കുട്ടാ അറിഞ്ഞൂടാത്തത്? നീ കാര്യത്തിലോട്ട് വാ. ഞാൻ കാര്യം തന്നെ പറയുന്നത്. അദ്ദേഹം അന്നൊരു മഴ എടുത്ത് അത്യാവശ്യം നല്ല വീശി ഒരു ഏറെറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത്. പിന്നെ നമ്മൾ ആ കേരളത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, ചർച്ച ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ മഴുവിനെ കുറിച്ച് ആരേലും ഓർത്തോ? ആ മഴ കാലങ്ങളോളം കുളത്തിലെ ചെടിയിൽ പൂണ്ടു കിടക്കുകയായിരുന്നു. ഇവിടെയല്ല, കന്യാകുമാരിയിലൊരു കുളത്തില്. ആ കുളത്തിൽ മീൻ പിടിക്കാൻ പോയ രണ്ടുപേര് മുങ്ങിച്ചത്ത്. ചെളിക്കുള്ളിൽ പൂണ്ട് കിടന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ചിലർ കുളവും കൊണ്ട് പറ്റിച്ചു. അവിടെ നിന്നും ആ മഴ കിട്ടി. കോടുകൾ വിലമതിക്കുന്ന ആ മഴ ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? എങ്കിൽ കേട്ടോ, ഞാൻ ആ മഴ എൻ്റെ വീടിൻ്റെ ഒരു മൂലയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളത് വാങ്ങാന്ന് പറഞ്ഞ് ഏറ്റിട്ടുണ്ട്. അത് കൊടുത്താൽ പിന്നെ ഞാൻ കോടീശ്വരനാ. അത് കൊടുക്കാൻ സാറിനെ അനുവദിക്കണം.
എൻ്റെ ഭാര്യ മോളും സമാനമായിട്ട് ജീവിക്കാനിട്ട് എനിക്ക് സാറിനൊപ്പം വരാമല്ലോ. കുട്ടാ, നീ എന്താണ് ഈ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? പരശുരാമന്റെ കയ്യിലെ മഴു നിന്റെ കയ്യിലിരിക്കുന്നെന്നോ? ഞാൻ കാണിച്ചു തരാം. മഴുവൊക്കെ കൊണ്ട് അവിടെയാണോ വെക്കുന്നത്? ഇവിടെ അല്ല, എൻ്റെ വീട്ടിൽ ഒരു മൂലയിൽ. ആരെങ്കിലും വരടാ. ഇവിടെ നിന്ന് ആരും വരില്ലടോ. വെള്ളം കുറച്ച് ആ, അതവിടെ നിൽക്കട്ടെ, നീ കാര്യം പറ. കാണിച്ചതാ. ഇതിൻ്റെ അടിയിലുണ്ട്, എനിക്ക് എടുക്കാൻ പറ്റൂല്ലോ. എന്നാ അവിടെ ഇരിക്കട്ടെ. നിനക്ക് ഈ മഴു എങ്ങനെ കിട്ടി? ഈ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളുടെ അടുത്ത് പെയിന്റിന്റെ പണിക്ക് ഞാൻ പോയി. അയാൾ തന്നെ എനിക്ക് മഴു. മനുഷ്യ സ്നേഹിയായ ഒരാളാ. ഞാൻ നന്നായിക്കോട്ടെ എന്ന് തന്നായിരിക്കും. എടാ എന്റെ കുട്ടാ, നീ പത്രമൊന്നും വായിക്കാറില്ലേ? അവനൊക്കെ ഭൂലോക ഉടായിപ്പാ. ആയിക്കോട്ടെ, അയാൾ ജയിലിലാണെന്നും എനിക്കറിയാം. പക്ഷെ എൻ്റെ കയ്യിലുള്ള മഴു ഒറിജിനല്ല. ഒരു കോടീശ്വരൻ അത് കണ്ട് കച്ചവടം ഉറപ്പിച്ചതുവാ. അയാൾക്കത് വിദേശ മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. നല്ല ഒരു തുക എനിക്ക് അഡ്വാൻസ് തന്നതുവാ. കൊലബദ്ധ കാണുങ്ങ ദേഹത്ത് മുറിവ് കാണില്ലേ? അതിനൊക്കെ അത്ര സൂത്രണ്ടോ. മുറിവേൽപ്പിക്കാതെ കൊല്ലാലോ. മുഖം നോക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ആ, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പൊ അറിയാലോ. ആ വരട്ടെ, അപ്പം കാണാം. സാറേ, സത്യമായിട്ടും കുട്ടാ എനിക്കറിയില്ല കേട്ടാ. നിന്നെ പോലെ തന്നെ നീ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അതിൻ്റെ ഇടയിൽ ഈ മെടുക്കച്ചവടം നടക്കുവാണെങ്കിൽ ഞാൻ ഹാപ്പിയാ. താൻ അയാളെ പിടിക്കാൻ പോയിട്ട് ഇപ്പൊ മഴുക്കച്ചോടം തുടങ്ങിയോ? എടാ നാറി തുപ്പലെന്നൊക്കെ കൊണ്ടുതന്നെ നെഞ്ചത്തേക്ക് വെക്കേ. 10 പൈസയുടെ ഉപകാരമില്ലാത്ത അവന്റെ അത്തപ്പൂക്കളോ താൻ നോക്കണ്ടോ, ഞാൻ എല്ലാം കാണുന്നു. നാട്ടുകാരെ കാണിക്കാൻ നടക്കുന്ന. എന്തു പറ്റി? ജീവിച്ചിരിക്കുമ്പോൾ ഒരു 100 രൂപ കടം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന ഒരുത്തൻ ഒരു റീത്തും ചെന്നുകൊണ്ട് വന്നോക്കാ എന്റെ നെഞ്ചത്തോട്ട് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് ആണ്. ഏതോ ശവത്തെ നിർത്തുകൊണ്ട് വന്ന് അതെനിക്ക് ഉറപ്പാ. എന്നിട്ട് പെട്ടി എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എവിടെയെങ്കിലും വെക്കത്തില്ലേ? ഏയ്, അവിടെ വേണം വെക്കാൻ നമുക്ക്. ഇതെപ്പോഴും കൂടെ വേണം. ഷിനിഗാമിക്ക് അത് നിർബന്ധമാണ്. ഷിഗിരാഗ്നി അങ്ങനെയാണോ പേര്? ആ, 3 വർഷം ജപ്പാനിൽ കോഴ്സ് പൂർത്തിയാക്കിയപ്പോൾ കിട്ടിയ ഡോക്ടറേറ്റാ ഷിനിഗാമി. ആ, ഇതിന്റെ മൂല്യം കുട്ടൻ അറിയാഞ്ഞിട്ടാ. ഇതാ, നോക്ക്. എന്താ ആകർഷകമാണ് അല്ലേ? പുതിയൻ ഒരെണ്ണം എടുക്കട്ടെ. സമയമുണ്ട് ഇല്ലേ? വാസു, എടാ, വാസു, കേൾക്കാൻ പറ്റൂല കുട്ടാ. എടാ വാസുഡേ, ഇന്നലെ രാത്രി ഞാൻ കുട്ടനെ അന്വേഷിച്ച് നടന്നായിരുന്നല്ലോ, കണ്ടായിരുന്നു? കേട്ടാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറയണം, നിന്നെ ആളുകൾ സംശയിക്കത്തുള്ളൂ. നാട്ടുകാരനാണെന്ന് ഞാൻ നോക്കില്ല, അടിച്ച് മോന്തയുടെ ഷേപ്പിയന്മാരുകളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും അളിയൻ വന്നിട്ടേ നിന്നെ ദഹിപ്പിക്കത്തുള്ളൂ. കുറച്ച് സമയം കൂടെ ഉണ്ട്. ഞാനൊരു സൂത്രം പറയട്ടെ. എന്നതാ? നീ എങ്ങനെയാ മരിച്ചത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ? എവിടെ അന്വേഷിക്കാൻ? എന്നാലും മരിക്കാനൊരു കാരണം വേണ്ടേ? എന്നാൽ എന്തൊക്കെയാ ഉണ്ടായെന്ന് നീ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. വല്ല തുമ്പും കിട്ടിയാലോ? അവിടെ നിക്ക്. ഇത് എന്തും കോലാണ്ടോ. ഞങ്ങള് പാലയുടെ ആൾക്കാരാ. നിങ്ങൾ ബാലന്റെ ആൾക്കാരാ? എന്നിട്ട് അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ. അവിടെ വിളിച്ചു പറയല് തുടങ്ങി. വേഗം ചെല്ലി അങ്ങോട്ട്. ആ കുട്ടേട്ടാ, നമുക്ക് നാളെ പണി അവിടെ തന്നെയാണോ? കുട്ടാ, എന്നിട്ട് അവിടെ അന്തിരിച്ചോളി. എനിക്കൊരു കാര്യം പറയാം, നീ ഒന്ന് കേൾക്കണം. എന്താ? അതെങ്ങനെ ഞാൻ പറയും? പറയാതിരിക്കാനും പറ്റില്ല. നീ പറയണ്ട, പറയാതെ തന്നെ എനിക്കറിയാം. എടാ, നീ പതിവില്ലാതെ കുപ്പി വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവിടെ ചോദിക്കാനല്ലേ, ആദ്യം തരാനുള്ളത് കാട്ടെ, അത് കാട്ടെ. ആ എന്ത് വർത്താനാ കുട്ടാ നീ പറയുന്നത്? മനുഷ്യരായ കടം മേടിക്കും, തിരിച്ചും കൊടുക്കും. അതൊക്കെ നാട്ടു നടപ്പല്ലേ? തിരിച്ചു കൊടുക്കുന്ന നാട്ടടപ്പാ. പക്ഷെ നീ അതല്ല ചെയ്യണേ. ശരിയല്ലേ? അല്ലേ? ഈടോ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരൂലേ? എൻ്റെ കയ്യിലുണ്ടായിട്ടല്ല നീ ചോദിക്കുമ്പോൾ എടുത്തു വരുന്നത്. നീ എൻ്റെ ചങ്ങായി കൊണ്ടാ, അറിയോ? അവിടെ എങ്ങോട്ടാ? കുടിച്ചതല്ലേ ഇറങ്ങി. അതെ, നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കും. എനിക്ക് പൈസ വല്ല ആവശ്യമുണ്ടല്ലേ? പറയാവേ. തനിക്ക് തരാനുള്ള കാശ് തന്നിട്ടേ വാസുവിന് തന്നോട് മിണ്ടുള്ളൂ. അത് ശരി. താനെന്നൊക്കെയല്ലേ വിളി? വാസു സ്നേഹിച്ചതാ.
വാസുവിന്റെ മനസ്സിന് വിഷമം തട്ടിയുണ്ടല്ലോ. നീ എന്തിനാ വിഷമിക്കണേ? നീ എനിക്ക് തരാനുള്ള കാശിപ്പ് നിന്നോടല്ലാതെ പിന്നെ ആരോടാ ചോദിക്കണേ? കാശ് തരാൻ മനസ്സില്ല. താൻ എന്നെ എന്ത് ചെയ്യും? ഭീഷണിയാണോ? അത് തന്നെയാണെന്ന് കരുതിക്കോ. തനിക്ക് കഴിവുണ്ടെങ്കിൽ കാശ് വാങ്ങണോ? കുട്ടനെ വാശി പിടിപ്പിച്ചോണ്ടിടാ, നിന്നെ കുന്നേങ്ങളെ. അതെനിക്ക് തിരിച്ചു ആവാലോ. എന്റെ കൈ എന്താ പണയം വെച്ചിരിക്കുക? തന്നെ ഞാൻ കാണിച്ചു തരടാ. അല്ലെങ്കിൽ നിനക്കത് അറിയാനുള്ള യോഗമില്ല. ഒരു കുപ്പി കൂടി തടാ. കുട്ടേട്ടാ, ഇന്നെന്റെ മോൾ ഇന്റർവ്യൂവിന് വന്നായിരുന്നു. അവള് ജയിച്ചോ ചേർത്തേ? കുഴപ്പമൊന്നുമില്ല, തോറ്റോട്ടെ, നീ ശ്രമിക്കാലോ.